എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരം ഗൾഫ് മേഖലയിൽ നിന്നുമുള്ള യാത്രക്കാരെയാണ് ഏറ്റവും അധികം പ്രതികൂലമായി ബാധിച്ചത്. കാരണം കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഇങ്ങോട്ട് വരേണ്ട വിമാനങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുമുള്ള യാത്രക്കാരുടെ യാത്ര പൂർണ്ണമായും മുടങ്ങിയിരിക്കുന്നു. UAE നിന്നും മാത്രം 8 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ആ 8 വിമാനങ്ങളിൽ ഒരു വിമാനത്തിൽ 200 യാത്രക്കാരെ വെച്ചാൽ പോലും 1600ഓളം പേർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ യാത്ര തടസ്സപ്പെട്ടിരിക്കുന്നു. UAE അബുദാബി, ദുബായ്, റാസൽ ഖൈമ, ഷാർജ ഈ 4 വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നുമുള്ള വിമാനം റദ്ദാക്കി. മനാമയിൽ നിന്നുമുള്ള വിമാനം റദ്ദാക്കേണ്ടി വന്നു. സൗദി അറേബ്യയിൽ നിന്നുമുള്ള സാഹചര്യം ഇതുതന്നെയാണ്. ഇത്തരത്തിൽ ഗൾഫ് മേഖലയാണ് സമരം ഏറ്റവും പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ള യാത്രക്കാർ അവരുടെ ചെക്കിൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം വിമാനത്താവളത്തിൽ തന്നെ നിൽക്കുകയാണ്. വിസ കാലാവധി തീർന്നിട്ടുള്ള ആളുകൾ, മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിലേക്ക് അടിയന്തരമായി പോകുന്ന ആളുകളൊക്കെ തന്നെ ഇക്കൂട്ടത്തിലുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, കുട്ടികൾ, ഗർഭിണികളൊക്കെ തന്നെയുണ്ട്. ഈ സർവീസുകൾ എപ്പോൾ പുനഃസ്ഥാപിക്കാൻ പൂർണ്ണ രീതിയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വരുന്നില്ല. മാത്രമല്ല, വൈകുന്നേരത്തോടുകൂടി സർവീസുകൾ സാധാരണ നിലയിലായാൽ പോലും നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അതത് വിമാനങ്ങളിൽ പോകേണ്ടതുണ്ടാകും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ യാത്ര മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ടിക്കറ്റിന്റെ തുക തിരിച്ചു നൽകിയാൽ പോലും ഇപ്പോൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ വലിയ തുകയാണ്. കാരണം നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ തന്നെ. അതുകൊണ്ട് യാത്രക്കാരെ വലിയ ദുരിതത്തിലാക്കുന്നതാണ് ഈ സമരം. നിരവധി പേർ ഇപ്പോഴും പല വിമാനത്താവളങ്ങളിലായി കുടുങ്ങി കിടക്കുന്നുമുണ്ട്.